യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം രണ്ടാമത്തെ ദിവസമായത്. ഇന്നത്തെ ദിവസം നമ്മൾ വിഭൂതി ബുധനാഴ്ച തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തിരിച്ചു വരവുകളുടെ നാളാകട്ടെ ഈ നോമ്പുകാലങ്ങൾ. ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് ദൈവപിതാവിൻ്റെ സന്നിധിയിൽ നിന്നും ദൂരത്തേക്ക് അകന്നുപോയി ധൂർത്തനായി തീർന്ന ആ ധൂർത്തപുത്രൻ അവനായിരിക്കുന്ന അവസ്ഥയിൽ ആയിരുന്നു കൊണ്ടവൻ ചിന്തിച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ എത്രത്തോളം സുഭഷിതനായിട്ടാണ് ജീവിച്ചിരുന്നത്. ആ ഒരു ദൈവസ്നേഹത്തിലേക്ക്, ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് ഞാൻ തിരിച്ചു പോകും എന്ന ഒരു ചിന്തയിൽ അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരികയും അത് ആഘോഷമാക്കപ്പെടുകയും ചെയ്യുന്ന സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ശരിക്കും ഈ നോമ്പ് കാലങ്ങളിൽ നമുക്കും സുബോധമുള്ളവരായി തീരാൻ, സുബോധം നഷ്ടപ്പെട്ട് പന്നിക്കുഴികളിൽ ആയിരിക്കാതെ സുബോധത്തോടു കൂടെ ആ ദൈവപിതാവെങ്കിലേക്ക് തിരികെ പോകാനായിട്ടുള്ള ദിവസമായി തീരട്ടെ. മാത്രമല്ല, യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നുവെന്ന് ചിന്തിക്കപ്പെടുന്ന മൂത്ത സഹോദരന്മാർ പലപ്പോഴും മനസ്സുകൊണ്ട് പിതാവിൽ നിന്നും ഏറെ അകലെയാണ്. ഈ നോമ്പുകാലത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവപിതാവിനോടൊപ്പം ആയിരിക്കുവാൻ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനായിട്ടുള്ള ദിവസം കൂടെ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും വീണ്ടും ആത്മാർത്ഥമായി ഈ നോമ്പിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.